आपका നമ്മുടെ കുറേ കുട്ടികൾ ഇങ്ങനെ പട്ടൊക്കെ പറത്തുന്നുണ്ട് കേട്ടോ. क्या नाम है? लक्की. और तुम्हारा? मोनू. अच्छा, गुड गुड नेम. रेनबो में अच्छा, वो तो हम छोटा रेनबो है ना, उधर ही है छोटा बच्चन का. हाँ, इसका आसपास है. ഇപ്പം നമ്മളോട് ഈ കൃഷിനെ കുറിച്ചിട്ട് ഇവിടെ എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ടു ഡീൻസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ കടുക് പാടം കാണാനാണ്. ഈ ചുറ്റും മലകളുടെ നടുക്കായിട്ട് ഇതേപോലെയുള്ള പൂക്കൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കണ ഉത്തരാഖണ്ഡിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ടൈമിലാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഇവിടെ കടുക് പാടങ്ങളൊക്കെ പൂത്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഒരു പച്ചയും മഞ്ഞയും ഭയങ്കര അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. ഉത്തരാഖണ്ഡിൽ കടുകിൻ്റെ കൃഷി മാത്രമല്ല, നന്നായിട്ട് മല്ലിയില ഉണ്ടാവും. മല്ലിയില, പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയുടെ കൃഷി, അങ്ങനെ ഒരുപാട് ടൈപ്പ് കൃഷികൾ ചെയ്യുന്ന ഒരു സമയമാണിത്. മല്ലിയിലയാണ് കൂടുതലായിട്ട് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അധികവും ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇവിടെ നിറച്ചും മറ്റ് മല്ലിയില നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ കടുക് കൃഷി ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെയാണ് ഇവർ ഈ മല്ലിയിലയും പിന്നെ ഗോതമ്പും ഉള്ളിയും ഒക്കെ കൃഷി ചെയ്യുന്നത്. വളമാണ് കേട്ടോ ഇത്. ഇവർക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ഇതിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചാണകവും വൈക്കോലും ഒക്കെ കൂട്ടിയിട്ടുള്ള വളമാണ്. ഇത് തന്നെയാണ് ഇവരിവിടുത്തെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അധികവും ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉത്തരാഖണ്ഡിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പൂക്കൾ പൂക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈ തേനീച്ചകളില്ലേ, ബീസ്, ഒരുപാട് വെറൈറ്റി ബീസ് വരും കേട്ടോ. അപ്പം അതാണ് ഈ പാടത്തിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. എല്ലാ പൂക്കളുടെ മുന്നിൽ ഇങ്ങനെ ബീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. അതായത് ഈ ഒരു യെല്ലോ കളർ പൂവിൻ്റെ മുകളിലൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറുള്ള കുറേ ബീസ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാടത്തിൻ്റെ ഒത്ത നടുക്കാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുക. മൊത്തം പച്ചയും മഞ്ഞുമായിട്ട് നല്ല അടിപൊളി വെറൈറ്റി കളറായിട്ട് നല്ലൊരു രസമാണ് കാണാനായിട്ട്. ഒരു ഫെബ്രുവരിയിലാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുക. ഇന്ന് ഫെബ്രുവരി, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 1 കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് എല്ലാം മഞ്ഞായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു മഴ പെയ്യുമ്പോൾ ഈ പൂക്കളെല്ലാം വീണ് പോകും കേട്ടോ. എനിക്കില്ലേ ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീലാണ്. നമ്മുടെ നാട്ടിലെ അമ്പലവും പിന്നെ പാടവും ആ ഒരു എനർജിയൊക്കെ ഇല്ലേ, അപ്പോൾ കിട്ടുന്ന എനർജി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അധികവും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്നിട്ടാണ് നാട് മിസ് ചെയ്യുമ്പോൾ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ വേറെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ നാട് മിസ് ചെയ്യില്ലേ? പക്ഷെ ഇത്ര ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തുനിന്ന് മിസ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമല്ലേ. ഈ ആൽമരത്തിൻ്റെ ചുറ്റും നടക്കുമ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടുക. അല്ലെങ്കിൽ കുറച്ചൊരു പാലക്കാട് ഭാഗത്തൊക്കെ ഇതുപോലെ ആൽമരവും പിന്നെ ഇതേപോലെയുള്ള കുറേ വയലുകളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുക.
ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഇടവേളയായിട്ട് ഗോതമ്പും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കടുകിൻ്റെ സീസൺ കഴിയുമ്പം ഗോതമ്പെല്ലാം മുളച്ചിട്ട് വരും. അപ്പോൾ അതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ ഇരിക്കാനായിട്ടുള്ളൊരു ബെഞ്ച് സെറ്റപ്പൊക്കെയാണ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണിക്കാൻ വന്നപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എന്നാലും ആ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ പിൻ ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ കളിക്കാനും പട്ടം പറത്താനൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അപ്പം അങ്ങനെ 3 നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. आती है लेकिन हम 4 साल से इधर ही है. वो तो रेलवे में है ना काम. उसकी बड़ी बहन का नाम पता है. अच्छा वो तो इधर ही है. पहले इधर ही है. अच्छा എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസിനൊന്ന് ഹൈപ്പൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ പറയാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ സജഷൻസും പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.